കുറച്ച് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നൊരു സ്ഥലമായിരുന്നു ഹംപി. പണ്ട് 8ലോ 9ലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? ഹംപി. ആ ഒരു പരിചയം മാത്രമേ എനിക്ക് ഹംപിയായിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഹംപിയിൽ വരാം. കുറേ അവിടെ കാണാനുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം, അതിനെപ്പറ്റി കുറച്ച് വിവരിക്കാം. പക്ഷേ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഗൂഗിളിലൊന്ന് നന്നായി സെർച്ച് ചെയ്തു. അമ്പലങ്ങൾ മാത്രമല്ല, ഹംപി എന്ന സ്ഥലത്തെ പറ്റി, പണ്ടത്തെ വിജയനഗര സാമ്രാജ്യത്തിനെ പറ്റി, ഇതൊക്കെ എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു AD 1500. ഉത്തര കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹംപി ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങിയതിന് ശേഷം ലോകത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായി വിജയനഗരം മാറി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ നഗരവും ഇതുതന്നെയായിരുന്നു. വിജയനഗരത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പരന്നപ്പോൾ പോർച്ചുഗീസുകാരും പേർഷ്യക്കാരും കച്ചവടത്തിനായി വിജയനഗര രാജാക്കന്മാരെ സമീപിച്ചു. അങ്ങനെ കച്ചവടം പൊടിപൊടിച്ചപ്പോൾ റോഡുകൾക്കും അമ്പലങ്ങൾക്കും കെട്ടിടങ്ങൾക്കൊക്കെയായി വിജയനഗര രാജാക്കന്മാർ നല്ലൊരു തുക ചെലവഴിക്കാൻ തുടങ്ങി. ദക്ഷിണേന്ത്യയിൽ സാധാരണ കാണുന്ന ഒരു വാസ്തുവിദ്യ ഉണ്ടല്ലോ, അതിനു പുറമെ ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യയും ഇവർ ഉപയോഗിച്ചു എന്നതാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിലത്തെ ഒരു പ്രത്യേകത. അങ്ങനെ സമൃദ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സുൽത്താൻമാരും വിജയനഗര രാജാക്കന്മാരും നിരന്തരം യുദ്ധം നടക്കാൻ തുടങ്ങി. 1565 വിജയനഗര സാമ്രാജ്യം മുഴുവനായും തകർന്നു. കെട്ടിടങ്ങളെല്ലാം സുൽത്താൻമാർ അഗ്നിക്കിരയാക്കി. തലസ്ഥാനമായ ഹംപി അവർ കൊള്ളയടിച്ച് ചുട്ടെരിച്ചു. യുദ്ധത്തിന് 6 മാസങ്ങൾക്ക് ശേഷവും ഇത് തുടർന്നു എന്നതാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. പിന്നെ 19ാം നൂറ്റാണ്ട് വരെ ഈ നഗരം ആർക്കും വേണ്ടാത്ത ശവപ്പറമ്പായി. പിന്നീടാണ് ചരിത്ര ഗവേഷകർ ഈ സ്ഥലത്ത് നിരവധി പഠനങ്ങൾ നടത്തുന്നതും അവസാനം 1986 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും. ഹംപി ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ്. 2 ദിവസം ഹംപിയിൽ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ഹംപിയുടെ ചരിത്രം. ഇത് ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കി തിരഞ്ഞ് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്നാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാനെല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. 3 ഗോപുരങ്ങളുള്ള വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 50 മീറ്റർ ഉയരമുള്ള ഇതിന് 9 നിലകളുണ്ട്. തുംഗഭദ്ര നദിയുടെ തീരത്ത് 7ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് വിരൂപാക്ഷ ക്ഷേത്രം. ശിവൻ്റെ മറ്റൊരു പേരാണ് വിരൂപാക്ഷ. ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ വാർഷിക രഥോത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയാൽ ഇടതുഭാഗത്ത് കാണുന്നതാണ് കല്യാണ മണ്ഡപ. ഇതിന് 100 തൂണുകളുണ്ട്. വിരൂപാക്ഷ ക്ഷേത്രത്തിനെ പമ്പാപതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഇടത്തുഭാഗത്തോട്ട് സ്റ്റെപ്പ് കയറിപ്പോയാൽ നമുക്ക് ഹേമകുട ഹിൽസിലെത്താം. സംസ്കൃതത്തിൽ ഹേമ എന്നാൽ സ്വർണം എന്നും കൂട എന്നാൽ കുന്ന് എന്നുമാണ് അർത്ഥം. ഹേമകുട കുന്നിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ ഹംപിയിലെ മറ്റ് പല ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന സാധാരണ വിജയനഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഹേമകുട ഹിൽസിൽ 4 ക്ഷേത്രങ്ങളുണ്ട്. വീരഭദ്ര ക്ഷേത്രം, കോദണ്ഡരാമ ക്ഷേത്രം, ഉമാമഹേശ്വര ക്ഷേത്രം, കൃഷ്ണ ക്ഷേത്രം. പക്ഷേ ഇവിടങ്ങളിലൊന്നും ആരാധനയില്ല. ഈ കുന്നിൽ മുകളിൽ നിന്നും നോക്കിയാൽ വിരൂപാക്ഷ ക്ഷേത്രം മുഴുവനായും കാണാം.
വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ എതിർവശത്ത് ഒരു 500 മീറ്റർ നടന്നാൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടെ അറിയോ? ഹംപിയിലുള്ള മോണോലിത്തിക് നന്ദി എന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലിലുള്ള നന്ദി ഭഗവാൻ. അത് ക്യാമറയിലൊന്നും എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തോ അതിൻ്റെ വലിപ്പം നോക്കി. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി ഭഗവാന്റെ വലതുവശത്ത് ഇനി സ്റ്റെപ്പുകൾ ഏറിപ്പോയാൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഹംപിയിൽ നമുക്ക് 2 വീലർ അവൈലബിളാണ്, ഓട്ടോ അവൈലബിളാണ്. പക്ഷേ നമ്മൾ ഈ നടന്നു പോകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, നടക്കാനത്ര സുഖമില്ല, പക്ഷേ നടന്ന് സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. സാധാരണ ഹംപിയിൽ ആളുകൾ വരുന്നൊരു സീസൺ എന്ന് പറയുന്നത് നവംബർ തൊട്ടിട്ട് ഫെബ്രുവരി വരെയാണ്. കാരണം ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴയായിരിക്കും. അതിൻ്റെ മുന്നേ പോയി കഴിഞ്ഞാൽ മെയ് മാസത്തൊക്കെ നല്ല ചൂടുമായിരിക്കും. അപ്പോൾ ഇത്രയും കിലോമീറ്ററുകളോളം വെയിലത്ത് നടക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾ പോയൊരു സമയത്ത് അത്ര വെയിലും ഉണ്ടായിരുന്നില്ല, എന്നാൽ മഴയുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു മഴച്ചാറ്റലും പിന്നെ വെയിലത്ര ഇല്ലാത്തത് കൊണ്ട് നമുക്കത്ര ക്ഷീണം അനുഭവപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ക്ഷേത്രങ്ങളുടെ സൈഡ് കൂടെയാണ് നമ്മൾ എൻ്റർ ആയത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. അപ്പോൾ പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചും കൂടെ അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റി. നമ്മളിപ്പോൾ ഈ പോകുന്നതാണ് അച്യുതരായ ക്ഷേത്രം. ഹംപിയിലെ ഒരു പ്രധാന സ്മാരകമാണിത്. വിജയനഗര രാജവംശത്തിലെ അച്യുതരായ രാജാവിൻ്റെ കാലത്ത്, അതായത് 16-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിശാലമായ കരിങ്കൽ പാതകളും സങ്കീർണമായ കൊത്തുപണികളുമുള്ള തൂണുകളും ധാരാളം മണ്ഡപങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഈ ഹംപി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ചുറ്റിക്കാണാൻ നമുക്ക് 1.5 ദിവസം കൊണ്ട് ഒന്നും ആവില്ല. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും എടുത്താൽ നമ്മളിവിടെ എല്ലാതും ഇടയ്ക്കൊന്നിരുന്ന് പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ചിത്രപ്പണികളും അതിൻ്റെ വാസ്തുവിദ്യകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വരാൻ നമുക്കൊരു 2 ആഴ്ച മിനിമം വേണം. പക്ഷേ നമ്മളുടെ അടുത്ത് സമയമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി എല്ലാം ഒന്ന് കാണുന്നു, അത്രേ പറ്റൂ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, അത് ഈ ക്ഷേത്രം എന്നല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ കരിങ്കൽ തൂണുകളും ചുമരുകളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണോണ്ട് ഇതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറെ ഒരു കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറേ സ്ഥലത്ത് അങ്ങനെ കണ്ടു. ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് വിജയനഗര സാമ്രാജ്യം 4000 ഹെക്ടറിലാണ് വ്യാപിച്ച് കിടന്നിരുന്നത് എന്നാണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ 1.5 ദിവസം കൊണ്ട് കവർ ചെയ്യണത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഞാനടക്കമുള്ള എല്ലാവരും ഒരു 99% ആൾക്കാരും പോക്കുള്ളൂ. അതല്ലാതെ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്ത കിടക്കുന്ന കുറേ സ്ഥലങ്ങളിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവനായും കാണണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും പിടിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അച്യുതരായ ടെമ്പിള് ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ട് അവിടുന്ന് പുറത്തിറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ ബാക്കി വിത്തല ടെമ്പിൾ, പുഷ്കരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിനാണ് പുഷ്കരണി എന്ന് പറയണത്. ഏതേതാ അധികം ഭംഗിയുള്ളതെന്ന് എന്താ പറയുക, നമുക്ക് മനസ്സിലാവണില്ല. ഇത്രയും കണ്ടതിൽ ഇതൊക്കെ ഭയങ്കര ഭംഗിയാണെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അതിലും വലിയ ഭംഗി. ചിക്കും പിടിച്ച് വന്ന് ഞാനിപ്പോൾ അതൊക്കെ വിട്ടു മാറുന്നു. എന്താ ഭംഗി! ഒരു കുളം, അതിൻ്റെ നടുവിൽ മണ്ഡപം, അതാണ് സംഭവം. അങ്ങനെ എന്തോ സസ്യത്തിൻ്റെ പുഷ്കരണിയോ എന്തോന്ന് പേര് കിട്ടും.
ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ചെറുതായിട്ട് വഴി തെറ്റി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിലാന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു സൈഡ് ഗിയർ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ തുംഗഭദ്ര നദിയുടെ തീരത്തെത്തി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭഗവതിയുടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ ഈ തുംഗഭദ്ര നദിയുടെ ഒരു സൈഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും വെള്ളമില്ല, ആകെ കുറച്ചൊരു സ്ഥലത്ത് മാത്രമേ വെള്ളമുള്ളൂ. പക്ഷേ ഉള്ള വെള്ളം കുറച്ചിങ്ങനെ എന്താ പറയുക കുത്തി ഒഴുകണ മാതിരി ഒരു വെള്ളമാണ് കേട്ടോ അവിടെ. പിന്നെ മൊത്തം പാറക്കെട്ടുകളാണ്. അപ്പോൾ അവർ കൊട്ടവഞ്ചി സവാരി ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു പേടി, ഇത് ഈ പാറക്കെട്ടുമ്മലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരിതുണ്ടല്ലോ. അങ്ങനെ അവസാനം നടന്ന് ഒരു 500 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിത്തല ടെമ്പിളിലെത്തും. കയ്യിൽ സ്റ്റിക്ക് വെച്ച് നടക്കുന്നുണ്ട്, അതായത് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് വല്ലാണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയ്യിൽ സ്റ്റിക്കുള്ള കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഈ സ്റ്റിക്കും പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് കാലിൻ്റെ വേദനയൊന്നും സത്യം പറഞ്ഞാൽ ഓർമ്മേ ഉണ്ടാവില്ല. പോകുന്ന വഴിക്ക് മുഴുവനും ഇതേമാതിരി കുറേ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷേ 1.5 ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും? അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ടത് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം പറഞ്ഞ പോലെ തന്നെ സൈഡ് ഗിയർ ഇട്ട് വരുന്നുണ്ട്. വിത്തല ടെമ്പിളിൻ്റെ സൈഡിലാണ് നമ്മളെത്തിയത്. ഇവിടെ വേറൊരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് വണ്ടി വരും. അതിൻ്റെ ഉള്ളൊരു 10-20 ആൾക്കാർക്ക് കയറാം. ഒരാൾക്ക് 40 രൂപ 50 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സ്ഥലത്തും മുന്നിൽ കൊണ്ട് നിർത്തും. അങ്ങനെ നമ്മൾ 40 രൂപയുടെ എൻട്രി ടിക്കറ്റും വാങ്ങി വിത്തല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തി. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു രഥം ഉണ്ടല്ലോ, അത് കരിങ്കല്ലിൽ കൊത്തിയ രഥമാണ്. അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വിത്തല ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നതും ഈ രഥം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ നിരവധി മണ്ഡപങ്ങളുണ്ട്, പിന്നെ ഇടനാഴികളുണ്ട്. ആ രഥത്തിൻ്റെ തൊട്ട് മുന്നേ കാണുന്നതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇതിൽ ഓരോന്നിനും ഓരോ സംഗീതം വരും എന്നാണ് പറയുന്നത്, ഓരോ വേർഡ്സ്. പക്ഷേ ഇത് റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. ഈ കാണുന്നതാണ് കിങ്സ് ബാലൻസ്, രാജാക്കന്മാർക്ക് തുലാഭാരം നടത്തിയ സ്ഥലമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഹംപിയിലെ എല്ലാ ക്ഷേത്രങ്ങളും കൃത്യം 6 മണിയാകുമ്പോൾ തന്നെ അവർ ആളുകളെ ഒഴിവാക്കും. പിന്നെ നമ്മൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നടന്ന് കാണാം. ഇവിടെ ഓരോ ഹിൽസിലിരുന്നിട്ട് നമുക്ക് സൺറൈസോ സൺസെറ്റോ എന്താ വെച്ചാൽ അത് കണ്ട് ആസ്വദിക്കാം, കുറേ നടക്കാം. അപ്പോൾ നമ്മൾ പിന്നെ നടന്നിട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഇതേമാതിരി കുറേ അമ്പലങ്ങളുണ്ട്. ചിലതിൽ എന്തൊക്കെയോ പ്രതിഷ്ഠകളുണ്ട്, ചിലതിൽ വിഗ്രഹങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പിലൊക്കെ കയറിയിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, മൊത്തം തുംഗഭദ്ര റിവറും മലനിരകൾ എന്ന് പറയുമ്പോൾ മൊത്തം പാറക്കെട്ടുകളാണ്, കണ്ടില്ലേ? ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, പിന്നെ ഭയങ്കര കാറ്റാണ് അവിടെ. അപ്പോൾ നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കാം, നല്ല രസമാട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ ഒരു കറക്കം മതിയാക്കി റൂമിലോട്ട് പോരണ വഴിക്ക് ഇതേമാതിരി തന്നെയാണ്, കുറേ അമ്പലങ്ങളുണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും ആരാധന ഇല്ല കേട്ടോ. നമ്മൾ നാളെ പോകാൻ വിചാരിച്ചൊരു പ്ലേസാണ് അഞ്ജനാദ്രി ഹിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളുടെ ആഞ്ജനേയ ഭഗവാനുണ്ടല്ലോ, ഹനുമാൻ്റെ ജന്മസ്ഥലമാണ് അഞ്ജനാദ്രി ഹിൽ. അതായത് ആ കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിൾ. അതിൻ്റെ കൂടെ ഒഴുകുന്ന നദിയാണ് തുംഗഭദ്ര റിവർ. അങ്ങനെ അതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ അവിടെ ഒരു മല കാണുന്നില്ലേ, അതാണ് അഞ്ജനാദ്രി. നമുക്ക് ബൈക്ക് പോവുകയാണെങ്കിൽ 30 കിലോമീറ്ററും ഈ റിവർ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ 50 രൂപ ബോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ റിവർ ക്രോസ് ചെയ്യാം. അവിടുന്ന് ഒരു 3 കിലോമീറ്റർ, അതിന് 575 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ സൺറൈസും സൺസെറ്റൊക്കെ സൂപ്പറാണ്. നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കാണാം, ഇങ്ങനെ സൂപ്പറല്ലേ?
ഇനി പ്രത്യേകിച്ചിട്ടൊന്നും കാണാണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ബൈ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 10 അടി നടന്നപ്പോഴേക്കും എന്തേ വലിയൊരു പാറ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുഞ്ഞ് ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണൊരു ഫീലിംഗ് ഉണ്ടല്ലോ, കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്പലങ്ങളിലോട്ടും അവിടേക്കൊക്കെയാണ് 6 മണി വരെ. ഇങ്ങനെ തുറസായ സ്ഥലത്തൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നുണ്ട്, കാറ്റ് കൊള്ളുന്നുണ്ട്, പിന്നെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു വൈബുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അവസാനം മഹാദേവൻ്റെ മുന്നിൽ തന്നെ എത്തി. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.